നമുക്കൊപ്പമുള്ളത് സിറോ മലബാർ സഭാ വക്താവ് ആന്റണി വടക്കേക്കരയാണ്. ഫാദർ, ഇപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ കൃത്യതയോടുകൂടി വന്നിരിക്കുന്നു. കാരണം ഇത് സുപ്രീം കോടതിയിലേക്ക് അടക്കം പോകേണ്ടി വരുമെന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എങ്ങനെയാണ് പ്രതികരണം? വഖഫ് നിയമ ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ന്യൂനപക്ഷക്ഷേമ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട കിരൺ റിജിജു അന്ന് പറഞ്ഞിരുന്നത് ഈ നിയമ ഭേദഗതിയോടുകൂടെ മുനമ്പത്തെ ഭൂമി പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകുമെന്നാണ്. എന്നാൽ അദ്ദേഹം മുനമ്പത്ത് വന്ന് സംസാരിച്ചതിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, മുനമ്പം ഈ വഖഫ് നിയമ ഭേദഗതിയോടെ മാത്രം ഈ വിഷയത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല. മറിച്ച് ഈ വിഷയത്തിൽ ഇനിയും നമ്മൾ നിയമപരമായ പോരാട്ടം നടത്തേണ്ടി വരും. ഒരുപക്ഷെ സുപ്രീം കോടതി വരെയും അതിനുവേണ്ടി പോകേണ്ടി വരുമെന്നും അതിനുവേണ്ട ഭരണപരമായ നിയമപരമായ എല്ലാ സഹായവും ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാർ കൂടെ ഉണ്ടാകുമെന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. ഈ കാര്യത്തിൽ നമ്മൾ ആദ്യം മുതലേ പറഞ്ഞിരുന്ന നമ്മുടെ നിലപാട് എന്ന് പറയുന്നത്, മുനമ്പത്തുള്ള 610ഓളം വരുന്ന പൈസ കൊടുത്ത് വാങ്ങിച്ച് കാലാകാലങ്ങളായി അവിടെ താമസിക്കുന്ന ജനങ്ങളെ കുടിയിറക്കാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു. അവർ താമസിക്കുന്ന ഭൂമിയിൽ നിന്നും കുടിയിറങ്ങേണ്ടി വരുന്ന ഒരു മുനമ്പത്ത് നിൽക്കുന്ന ജനങ്ങൾ, അവരുടെ വലിയ ആശങ്കയും വേദനയുമാണ് കഴിഞ്ഞ 186 ദിവസങ്ങളായി അവർ മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ അവിടെ സമരമിരിക്കുന്നതിലൂടെ പ്രകടിപ്പിച്ചത്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന ലോക്സഭയിലും രാജ്യസഭയിലും പാസാക്കിയെടുത്ത വഖഫ് നിയമ ഭേദഗതിയിലൂടെ ഈ കാര്യങ്ങളിൽ പരിഹാരമുണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിച്ചു. അതുകൊണ്ട് തന്നെയും ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് തീർച്ചയായും രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടാകുമല്ലോ ഏതൊരു കാര്യത്തിലും ഇടപെടുമ്പോൾ. പക്ഷേ സഭ അന്നും ഇന്നും എന്നും ഒരേ നിലപാട് തന്നെയാണ് പറയുന്നത്. ആ നിലപാട് ഇതാണ്: കേന്ദ്ര ഗവൺമെന്റ് ഭരണഘടനാപരമായ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നു. സംസ്ഥാന സർക്കാരും അപ്രകാരം തന്നെ ഇതിനോട് സഹകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകേണ്ടതുണ്ട്. രാഷ്ട്രീയ നേതൃത്വങ്ങളും ജനപ്രതിനിധികളും ഇച്ഛാശക്തിയോടുകൂടെ ഈ കാര്യങ്ങളിൽ മുനമ്പത്തെ കുടിയിറക്ക ഭീഷണിയിൽ നിൽക്കുന്ന 610ഓളം വരുന്ന ജനങ്ങളോട് കൂടെ നിൽക്കണം. എങ്കിൽ മാത്രമേ ഇനി മുൻപോട്ടുള്ള നിയമ പോരാട്ടങ്ങളിൽ അത് ശാശ്വതമായ പരിഹാരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുക, വഖഫ് നിയമ ഭേദഗതി പാസ്സാകുന്നതോടുകൂടെ നമ്മൾ ആഗ്രഹിച്ചിരുന്നത് അവിടെ മുനമ്പത്തെ ജനങ്ങൾക്ക് മുൻകാല പ്രാബല്യത്തോടെ, റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റോടുകൂടെ ഈ നിയമം പ്രാബല്യത്തിൽ വരികയും അതുവഴിയായി ഈ ഭൂമി ഇവർക്ക് റവന്യൂ അവകാശങ്ങളോടുകൂടെ ലഭിക്കുമെന്നുമായിരുന്നു നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ അതില്ല എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ തീർച്ചയായും ഒരു സൈഡിൽ ഈ അമെൻമെന്റ് ബില്ല് പാസ്സായതിലുള്ള സന്തോഷം അറിയിക്കുന്നതോടൊപ്പം മറുവശത്ത് നമ്മുടെ ആവശ്യങ്ങളെല്ലാം, ആ ജനത്തിന്റെ ആവശ്യങ്ങളെല്ലാം പൂർണ്ണമായും നടപ്പിലാകുന്നില്ല, ഫലദായകമാകുന്നില്ല എന്നുള്ളത് നമ്മളെ നിരാശപ്പെടുത്തുന്നുണ്ട്, ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇതിൽ സഭയ്ക്ക് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയവുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേന്ദ്ര ഗവൺമെന്റ് ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾ അതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഈ കാര്യങ്ങളിൽ സഹായിക്കണം, സഹകരിക്കണം. ഇനിയും മുൻപോട്ട് ഈ കാര്യങ്ങളെ നമുക്ക് ഈ ജനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ശാശ്വതമായ ഒരു പരിഹാരമുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണ നടപടികളുമായി മുൻപോട്ട് പോകേണ്ടതൊരു സാഹചര്യമാണ് മുൻപിലുള്ളത്. ഈ പ്രധാനമന്ത്രി ഇപ്പോൾ സമരക്കാരെ കാണുമെന്നതാണ് ഏറ്റവും ഒടുവിലത്തെ ഒരു അപ്ഡേഷനായിട്ട് വരുന്നത്. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അവരവരുടേതായ ലക്ഷ്യങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ തീർച്ചയായും കേന്ദ്ര ഗവൺമെന്റിനെ നയിക്കുന്ന വ്യക്തി എന്ന നിലയിൽ പ്രധാനമന്ത്രി കാണുന്നതൊക്കെയും സ്വാഗതം ചെയ്യുന്നു. അത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായാലും ശരി, ന്യൂനപക്ഷക്ഷേമ വകുപ്പ് മന്ത്രിയായാലും ശരി, ഏതു മന്ത്രിമാരോ ജനപ്രതിനിധികളോ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്കോ മുനമ്പത്ത് വരുന്നതിലൊന്നും ഒരു തടസ്സവുമില്ല. അവർ വരട്ടെ, കാണട്ടെ, നമ്മുടെ ആവശ്യങ്ങൾ അറിയട്ടെ. ഇപ്രകാരം മനുഷ്യന്റെ ആവശ്യങ്ങളെയും സ്വത്തവകാശത്തെയും ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഉറപ്പു നൽകുന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നമ്പർ 300A നമുക്ക് ഉറപ്പു നൽകുന്ന സ്വത്തവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് വഖഫിന്റെ നിലവിലുണ്ടായിരുന്ന നിയമത്തിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അതിൽ ഏതാനും ചില അനുച്ഛേദങ്ങൾ ഭേദഗതി ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. വഖഫ് നിയമത്തിന്റെ 23-ാം അനുച്ഛേദവും 40-ാം അനുച്ഛേദവും 52-ാം അനുച്ഛേദവും ഒക്കെ 40-ാം അനുച്ഛേദം ക്യാൻസൽ ചെയ്തു. മറ്റ് അനുച്ഛേദങ്ങളിൽ നിയമപരമായ ഭേദഗതികൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഇപ്രകാരം നമുക്ക് പൂർണ്ണമായും ഈ ജനങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന തരത്തിൽ അവിടെ സ്വൈര്യമായി ജീവിക്കാനുള്ള സ്വത്തവകാശമാണ് ആവശ്യപ്പെടുന്നത്. അതിനിയും പൂർണ്ണമായും ലഭ്യമായിട്ടില്ല എന്നുള്ളത് ആശങ്ക ഉളവാക്കുന്നുണ്ട്. മുൻപ് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഒരു രാഷ്ട്രീയ വിഷയമാക്കുക അല്ലെങ്കിൽ ഒരു ജാതീയ വിഷയമാക്കുക, ആ രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന വലിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ക്രൈസ്തവ സഭ ഈ വിഷയത്തെ അഭിമുഖീകരിച്ച ആദ്യ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു, മതപരമോ അതുപോലെ തന്നെ സാമുദായികമായ ഒരു തരത്തിലുള്ള വർഗീയ ധ്രുവീകരണങ്ങൾക്കും ഞങ്ങളില്ല.
മുസ്ലിം ജനവിഭാഗങ്ങൾക്ക്, സഹോദരങ്ങൾക്ക് അവരുടെ ഭൂമി വഖഫ് ചെയ്യാനുള്ള എല്ലാ അവകാശങ്ങളും അവർക്കുണ്ടല്ലേ, അവരത് ചെയ്തോട്ടെ. പക്ഷേ ഇത് വഖഫ് ഭൂമിയാണ് എന്ന് വഖഫ് ബോർഡ് ഒരു രേഖയും കാണിക്കാതെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവിടുന്ന് ഇറങ്ങേണ്ടി വരുമെന്ന് പറയുന്ന തരത്തിലുള്ള നിയമം. അതുപോലെ തന്നെ വഖഫ് ബോർഡിന്റെ ഇത് അന്തിമമായ തീർപ്പാണ് എന്ന് പറയുന്ന നിയമം. ഇപ്രകാരമുള്ള നിയമങ്ങളെയാണ് നമ്മൾ ചോദ്യം ചെയ്തിരുന്നത്. അവിടെയാണ് അമെന്റ്മെന്റുകൾ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതൊരു നിയമവും പാർലമെന്റിൽ പാസ്സാകുന്നതോടുകൂടിയാണ് നമുക്ക് കോടതികളിൽ ചലഞ്ച് ചെയ്യാനുള്ള അവകാശം ലഭിക്കുന്നത്. ഈ കാര്യത്തിലും ഉണ്ടായിരിക്കുന്നത് അതുതന്നെയാണ്. നിയമമായി പാർലമെന്റ് പാസ്സാക്കിയതോടുകൂടെ ഇനി നമുക്ക് ഈ കാര്യങ്ങളിൽ നിയമപരമായി കോടതികളിലേക്ക് പോകാനും നമ്മുടെ ആവശ്യങ്ങൾ സംരക്ഷിച്ചെടുക്കാനും സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. ഈ മുൻപത്തെ തീർത്തും സാധാരണക്കാരായ ജനങ്ങളാണ്. ഈ നിയമം പാസ്സാക്കിയതോടെ എല്ലാം തങ്ങൾ ജയിച്ചു എന്നൊരു ഫീൽ അങ്ങനെ അവർക്കുണ്ടായിരുന്നു. അങ്ങനെ ആരെങ്കിലും ബോധപൂർവം തെറ്റിദ്ധരിപ്പിച്ചായി തോന്നുന്നുണ്ടോ? 186 ദിവസങ്ങളായി സമരമുഖത്തിരിക്കുന്ന ഒരു ജനങ്ങളിൽ ഏതാനും ചിലരൊക്കെ വൈകാരികമായി പ്രതികരിച്ചിട്ടുണ്ടാകാം ഇതിനോട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ ചെയർമാനും അതുപോലെ തന്നെ ആ സമിതിയുടെ കൺവീനറും ആ പ്രദേശത്ത് ഈ സമരം നടക്കുന്ന പ്രദേശമായ മുനമ്പം ഇടവകയുടെ വികാരിയച്ഛനും അതുപോലെ കോട്ടപ്പുറം രൂപതയുടെ ബിഷപ്പും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യതയോടുകൂടെ തന്നെ പ്രതികരണങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ നിന്നും എല്ലാം നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്, ആരെങ്കിലുമൊക്കെ രാഷ്ട്രീയക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് പാവപ്പെട്ട ജനങ്ങളുടെ അവകാശങ്ങളുടെ മേൽ കടന്നു കയറാൻ അനുവദിക്കരുത്. ഈ കാര്യങ്ങൾ രാഷ്ട്രീയ ലാഭങ്ങൾ മാറ്റിവെച്ച് എല്ലാവരും ഈ ജനതയുടെ കൂടെ നിൽക്കണമെന്നാണ് വീണ്ടും നമുക്ക് ആവർത്തിച്ച് ആവശ്യപ്പെടാനുള്ളത്.